ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്ന് കുറച്ച് കശുമാങ്ങ ചുവന്നതും മഞ്ഞയായിട്ടുള്ള കശുമാമ്പഴം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അമ്മ അത് പറഞ്ഞു, അപ്പോൾ ഒരു കുറച്ചുണ്ടല്ലോ, കുറച്ചധികം ഉണ്ടല്ലോ, അപ്പോൾ അതെന്തായാലും നമുക്ക് വെച്ച് നമുക്ക് വൈൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മ അത് കഴുകി നന്നായി തുടച്ച് ാണ് കഷ്ണങ്ങളൊക്കെ ആക്കി മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചാറ് എടുത്ത് ഒത്തിരി കൂടി ചാറ് അധികം കിട്ടാനായിട്ട് മിക്സിയിൽ അടിച്ചത്. ജസ്റ്റ് ചില ആൾക്കാരത് ഡയറക്റ്റ് കൈകൊണ്ട് പിഴിഞ്ഞ് ചാറെടുക്കാറാണ് പതിവ്. ഞാൻ കുറച്ചും കൂടെ അധികം അതിൻ്റെ ഫുള്ളും നീര് കിട്ടിക്കോട്ടെ എന്ന് കരുതിയോണ്ടാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത്. അപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതിയില്ലേ എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് മിക്സിയിലിട്ട് അടിക്കുക, അപ്പം നല്ലതുപോലെ ഇത്തിരി ജ്യൂസ് അധികം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുകയാണ്. എത്രത്തോളം വിജയകരമാവുമെന്ന് എനിക്കറിയില്ല. അമ്മ പക്ഷേ ഞങ്ങൾക്ക് അമ്മ വൈൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ചാമ്പയ്ക്ക വൈൻ ഉണ്ടാക്കി തന്നിട്ട് കശുമാങ്ങയുടെ വെച്ചിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, നല്ല സൂപ്പറായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ അമ്മ സാധാരണ ചെയ്യാറുള്ള വൈനിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിലും ചേർത്തിട്ടുള്ളത്. നമുക്ക് കാണാം ഈസ്റ്റ്, കറുകപ്പട്ട, പിന്നെ അതുപോലെ തന്നെ ഗ്രാമ്പു, ഏലക്കായ, ഇതൊക്കെ അമ്മ ഇട്ടിട്ടുണ്ട്. ഓൾറെഡി കശുമാമ്പഴത്തിൽ ഷുഗർ ഉള്ളത് കാരണം കൊണ്ട് നമുക്കിതിൽ ഷുഗർ കുറച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്താ പറയുക, ഡപ്പയാണെങ്കിലും കുപ്പിയാണെങ്കിലും അതിൽ ജലാംശമൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. കാരണം പെട്ടെന്ന് അത് ചിലപ്പോൾ കെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിപ്പം അമ്മ ആദ്യമായിട്ടാണ് ഇങ്ങനെ മിക്സിയിൽ ജാറിലിട്ട് അടിച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പം 15 ദിവസം ഇതൊരു കുപ്പിയിലോ ഡപ്പയിലോ ആക്കി മണ്ണിൽ കുഴിച്ചിരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നനവുള്ള മണ്ണിൽ കുഴിച്ചിരുന്നാണ് നല്ലത്. എന്നാലാണ് അതിൻ്റെ എല്ലാം ഇതും കിട്ടുള്ളൂ എന്നാണ്, അതിൻ്റെ പവർ കിട്ടുള്ളൂ എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അത് കാരണം കൊണ്ട് അമ്മ ഡപ്പയിലാക്കി നമുക്ക് കുഴിച്ചിടാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഷുഗർ ഇട്ട് അമ്മ നന്നായി കഴുകി. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ കശുമാമ്പഴത്തിനെ കുറിച്ച് പറഞ്ഞു തരാം. കുറച്ച് കാര്യങ്ങൾ കേട്ടോ, എനിക്കെല്ലാം കൂടുതലായിട്ട് ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഇത് എന്താ പറയുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോണം കേട്ടോ, ബെൽ ബട്ടൺ അമർത്തണേ. അപ്പോൾ എന്തായാലും എനിക്ക് ഫോളോവേഴ്സും എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറവാണെന്നേ. ഞാൻ വീഡിയോയിൽ ഇടുന്നതും കമ്മിയാണ്, അത് കാണുന്നതും കുറച്ച് കമ്മി തന്നെയാണ്. എങ്കിലും എൻ്റെ ഫാമിലിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നതൊക്കെ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം. നമ്മുടെ സാധാരണ ഒരു ചെറുനാരങ്ങ ഉണ്ടല്ലോ, ഒരു ചെറുനാരങ്ങയുടെ 5 ഇരട്ടി ജീവകം സി കശുമാങ്ങയിലുണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മുടെ കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും ഉദര സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത് മാംസ്യം, അതുപോലെ തന്നെ കൊഴുപ്പ്, ഇരുമ്പ്, കാൽസ്യം, അന്നജം, ഫോസ്ഫറസ്, നിയാസിൻ, ജീവകം ബി എന്നീ ഘടകങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഉദരകൃമികളുണ്ട്, ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ അതിൻ്റെ ശല്യം പോകാനായിട്ട് നമുക്കിത് ഡയറക്റ്റ് ഈ മാമ്പഴം കഴിക്കുന്നതും നല്ലത് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പം കശുവണ്ടിപ്പരിപ്പ് മാത്രം നുള്ളിയെടുക്കാതെ കശുമാമ്പഴം കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ചോണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കശുമാമ്പഴം വെച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ചട്നി ഉണ്ടാക്കാം, അതുപോലെ തന്നെ എന്താണ് എന്താ പറയുക, ജാം, അതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.